ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ 10th CBSE ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയ റിഫ്ലക്ഷനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ റിഫ്ലക്ഷന്റെ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ഹൂസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് 32 സെന്റിമീറ്റർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, 32 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം, മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ ആണ്. മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ഈ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 6 തന്നിട്ടുണ്ട്, 32 സെന്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ കോൺവെക്സ് മിററിന്റെ കേസിൽ ഓൾവേസ് പോസിറ്റീവ് ആണ്. അതേപോലെ ഫോക്കൽ ലെങ്ത്തും പോസിറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ന്യൂമറിക്കൽ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. F=R/2 ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 32 സെന്റിമീറ്റർ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 16 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് കോൺവെക്സ് മിറർ ഈസ് 16 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എപ്പോഴും ഫോക്കൽ ലെങ്ത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോക്കൽ ലെങ്ത് എത്രയാണ്? 16 സെന്റിമീറ്റർ. നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് 3 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. Where is the image located? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്തായിരുന്നു നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ? മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു -V/U. മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു -V/U ആണെന്ന് നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, M ഈക്വൽ ടു -3. ഇനി മൈനസ് സൈൻ ഇവിടെ ഉണ്ട്. V നമുക്കറിയില്ല, അതേപോലെ തന്നെ വെക്കാം. യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -10. ഈ രണ്ട് നെഗറ്റീവിനെയും കൂടി നമുക്ക് എങ്ങനെ എഴുതാം? -3 ഈക്വൽ ടു V/10. ഈ നെഗറ്റീവും കട്ടായിട്ട് പോസിറ്റീവായി മാറും. ഇനി V കാണാൻ വേണ്ടി 10 ഈ സൈഡിലേക്ക് എടുക്കാം. സോ -3 ഇൻറ്റു 10 ഈക്വൽ ടു V. ദാറ്റ് ഈസ് V ഈക്വൽ ടു -30 സെന്റിമീറ്റർ. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത സമയത്ത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇവിടെ V ഈക്വൽ ടു -30 എന്ന് പറയാൻ കാരണം എന്താണ്? മിററിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് എന്ത് ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് V ഈക്വൽ ടു 30 സെന്റിമീറ്റർ കിട്ടാനുള്ള കാരണം. Third question, an object 5 centimeter in length is placed at a distance of 20 centimeter in front of a convex mirror of radius of curvature 30 centimeter. Find the position of the image, its nature and size. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മിററിൽ നിന്ന് 20 സെന്റിമീറ്റർ ദൂരെയാണ് വെച്ചത്. 5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു മിററിൽ നിന്ന് 20 സെന്റിമീറ്റർ ദൂരെയാണ് വെച്ചത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ U ഇസ് ഓൾവേസ് നെഗറ്റീവ്. സോ -20 സെന്റിമീറ്റർ. നമ്മുടെ ഈ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെന്റിമീറ്റർ ആണ്. ഓർത്ത് വെക്കണം, റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എപ്പോഴും പോസിറ്റീവ് ആണ്. ഓർത്ത് വെക്കുക. നമ്മളോട് കാണാൻ പറഞ്ഞത് ഇമേജ് ഡിസ്റ്റൻസ് V, അതേപോലെ നേച്ചറും സൈസ് ഓഫ് ദി ഇമേജ്. നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ്, ഇമേജിന്റെ ഡിസ്റ്റൻസ്, അതേപോലെ നേച്ചറുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും. 30 ആയതിനെ കൊണ്ട് 30/2, ദാറ്റ് ഈസ് 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട V ആണ്. V കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ മിറർ ഫോർമുല ഉപയോഗിക്കാം. 1/F ഈക്വൽ ടു 1/U പ്ലസ് 1/V. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട V ആയതിനെ കൊണ്ട് ഇതിനൊരു സൈഡ് വെച്ച് ബാക്കിയൊക്കെ മറ്റേ എൻഡിലേക്ക് കൊണ്ടുവന്നു. സോ 1/V ഈക്വൽ ടു 1/F മൈനസ് 1/U. നമ്മളിപ്പോൾ എന്താ ചെയ്തത്?
ഈ 1/v എന്ന് പറഞ്ഞ ടേമിനെ ഒരു സൈഡിൽ വെച്ചു, 1/uനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ -1/u. എളുപ്പത്തിന് വേണ്ടി ഞാൻ v ലെഫ്റ്റിലും ബാക്കി ടേം റൈറ്റിലാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. സോ 1/15 മൈനസ് u എന്ന് പറയുന്നത് 20 ആണ്. 1/-20. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നെഗറ്റീവ് ഉണ്ട്, ഇവിടെയും നെഗറ്റീവ് ഉണ്ട്. സോ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം. 1/15 പ്ലസ് 1/20 കിട്ടി. ഇനി ഒന്നെങ്കിൽ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം. ഇപ്പം LCM എടുക്കുകയാണെങ്കിൽ 15-ന്റെയും 20-ന്റെയും LCM എത്രയാണ്? 60 ആണ്. 60 ആണ് LCM. സോ നമുക്കിതിനെ 60 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? രണ്ട് ടേമിനെയും ഇപ്പം ഇവിടെയാണെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം, ഡിവൈഡും ചെയ്യാം. ഈ ടേമിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം 20 × 3 60, ഇവിടെ 15 × 4 60. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം LCM എടുത്തിട്ട്, അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു 1/v ഈക്വൽ ടു 4/60. 4/60 പ്ലസ് ഇതിനെ നമുക്ക് 3/60 എന്നും എഴുതാം. അതായത് 7/60 ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ v എന്ന് പറയുന്നത് എന്ത് വരും? 60/7 സെന്റിമീറ്റർ. v ഈക്വൽ ടു 60/7 സെന്റിമീറ്റർ വരും. 60/7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 8.56 സെന്റിമീറ്റർ. 8.56 സെന്റിമീറ്ററിന്റെ റേഞ്ചിൽ വരും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് v കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, അല്ലേ? ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? m ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വേറൊരു ഇക്വേഷൻ ആണ് -v/u എന്ന് പറയുന്നത്. -v/u. ഇവിടെ hi ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ. സോ hi/5 ഈക്വൽ ടു മൈനസ് വിന്റെ വാല്യൂ ഫ്രാക്ഷൻ കൊടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ഡെസിമലിനെക്കാട്ടും. സോ v ഈക്വൽ ടു 60/7 ഹോൾ ഡിവൈഡഡ് ബൈ യുവിന്റെ വാല്യൂ. u എന്ന് പറയുന്നത് -20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? hi/5 ഈക്വൽ ടു നമ്മുടെ ഈ ടേമിനെ നമുക്ക് -60/7 ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ -20 × 7 ഈ ഫോമിൽ എഴുതാൻ പറ്റും. രണ്ട് നെഗറ്റീവും കട്ട് ചെയ്യാം. 16 20 കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ 3 വരും, ഡിനോമിനേറ്ററിൽ 7, അല്ലേ? രണ്ട് നെഗറ്റീവ് കട്ട് ചെയ്താൽ പോസിറ്റീവ്. 60/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 3/7 എന്ന് കിട്ടും. നമ്മുടെ hi/5 എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് hi കാണണമെങ്കിലോ നമ്മളുടെ ഈ 5നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ഈ 5നെ റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് 5 ഉണ്ടാവില്ല. സോ hi ഈക്വൽ ടു 3 × 5 ചെയ്ത് കഴിഞ്ഞാൽ 15/7. 15/7 ഇത്രയും സെന്റിമീറ്റർ ആണ് എന്ത്? നമ്മളുടെ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15/7 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ ഏകദേശം 2.1ന്റെ അടുത്തുള്ള ഒരു വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യാം. 15/7 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2.1 സെന്റിമീറ്ററിന്റെ റേഞ്ചിലുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡിയാണോ? ഇപ്പൊ നിങ്ങൾ നോക്കി നോക്ക്, 5 സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മൾ ചെയ്തപ്പം ഇമേജിന്റെ ഹൈറ്റ് എത്രയായി മാറി? 2.1 സെന്റിമീറ്റർ ആയി മാറി. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തതാണ്, അല്ലേ? ഡിമിനിഷ്ഡ് ആയിട്ടാണ് മാറിയത്. ഇനി നമ്മളിപ്പം പഠിച്ച ഈ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്, നേച്ചർ എന്ന് പറയുന്നത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Fourth question. An object of size 7 cm is placed 27 cm in front of a concave mirror of focal length 18 cm. At what distance from the mirror should a screen be placed so that a sharp focused image can be obtained? Find the size and the nature of the image. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്.
നമ്മളുടെ കോൺകേവ് മിററിൽ നിന്ന് 27 സെൻറ്റിമീറ്റർ ദൂരെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തത്. നമ്മളുടെ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓർത്ത് വെക്കേണ്ട കാര്യം, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് HO എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് -27 സെൻറ്റിമീറ്റർ ആണ്. കാരണം U ഓൾവേസ് നെഗറ്റീവ് ആണ്. ഇനി കോൺകേവ് മിറർ ആയതിനെ കൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, -18 സെൻറ്റിമീറ്റർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നേച്ചർ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ V കണ്ടുപിടിക്കണം, ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സൈസ് അതായത് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് എന്ത് കൺസിഡർ ചെയ്യാം? നമ്മുടെ മിറർ ഫോർമുല എടുക്കാം. അക്കോർഡിംഗ് ടു മിറർ ഫോർമുല 1/f = 1/u + 1/v. നമുക്ക് കണ്ടുപിടിക്കേണ്ട 1/v ആണ്. അതൊരു സൈഡിലേക്ക് വെച്ചു, ബാക്കിയൊക്കെ അടുത്ത എൻഡിലേക്ക് കൊണ്ടുവന്നു. 1/f = -1/u. 1/v കാണാൻ വേണ്ടി 1/u ലെഫ്റ്റിലേക്ക് എടുത്തു. സോ ഇത് നെഗറ്റീവ് വരും, ആ നെഗറ്റീവ് സൈനാണ് ഇവിടെ കൊടുത്തത്. ഇനി നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ -18 മൈനസ് u എന്ന് പറയുന്നത് 27 -27 ആണ്. സോ -27 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ രണ്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയതാ. ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവിനെ എടുത്ത് മാലോട്ട് എഴുതി. -1/18 പ്ലസ് 1/27 നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 1/v. ഇനി 18ൻ്റെയും 27ൻ്റെയും LCM ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 27ൻ്റെയും 18ൻ്റെയും LCM എന്ന് പറയുന്നത് 54 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/v = -1/18 പ്ലസ് 1/27. നമുക്ക് LCM 54 ആണെന്ന് പറഞ്ഞു. ഡിനോമിനേറ്റർ 54 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് ടേമിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 27നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 54 കിട്ടും. അതേപോലെ 18 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 54 കിട്ടും. സോ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് -1 × 3 -3 വരും. 18 × 3 എന്ന് പറയുന്നത് 54 ആയിരിക്കും, പ്ലസ് 2 ഡിവൈഡഡ് ബൈ 54. -3 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -3ൽ നിന്ന് 2 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് -1 ആയിരിക്കും. സോ ആൻസർ വിൽ ബി -1 ഡിവൈഡഡ് ബൈ 54. ഇതാണ് നമ്മളുടെ 1/v എന്ന് പറയുന്നത്. അഥവാ v = നമുക്ക് എന്ത് പറയാൻ പറ്റും? -54 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മളുടെ വിൻ്റെ വാല്യൂ, അതായത് നമ്മളുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. മാഗ്നിഫിക്കേഷൻ കാണണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ m = നമ്മൾ പഠിച്ചിട്ടുണ്ട് -v/u. -v/u ആണ്. മൈനസ് സൈൻ കൊടുത്തു. വിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, -54 ആണ്. ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ ഗിവൺ ആണ് -27. ഓക്കെ, ഈ രണ്ട് നെഗറ്റീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാകും. 54 ഡിവൈഡ് ബൈ 27 ചെയ്ത് കഴിഞ്ഞാൽ -2. സോ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടി -2 ആണ്. അപ്പോൾ നമുക്ക് ഈ v കിട്ടി, മാഗ്നിഫിക്കേഷൻ കിട്ടി. സോ നേച്ചർ നമുക്ക് എന്ത് പറയാൻ പറ്റും? നെഗറ്റീവ് ആയതിനെ കൊണ്ട് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് സൈൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. മാഗ്നിഫിക്കേഷൻ 2 കിട്ടി, അതായത് മാഗ്നിറ്റ്യൂഡ് 1നെക്കാട്ടും വലുതാണ്, 2 ആണ്. സോ ഒബ്ജക്റ്റിന്റെ സൈസ് എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഇമേജിന്റെ സൈസ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 7 ആണെങ്കിൽ ഡബിൾ എന്ന് പറയുമ്പോൾ 14 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നിഫിക്കേഷൻ m = height of the object divided by height of the image divided by height of the object ആണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 2 ആണ്. ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഗിവൺ ആണ് 7 സെൻറ്റിമീറ്റർ. സോ നമുക്ക് ഇതിനെങ്ങനെ ചെയ്താൽ hi = 14 സെൻറ്റിമീറ്റർ. സോ നമ്മളോട് കാണാൻ പറഞ്ഞ ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു 14 സെൻറ്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് v = -54. മൈനസിന്റെ അർത്ഥം മിററിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തതെന്നാണ്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഓർത്തു വെക്കണം. ഇമേജിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആണ്, ഇൻവേർട്ടഡ്. An object 4 cm in size is placed at 25 cm from concave mirror of focal length 15 cm. At what distance from the mirror should a screen be placed in order to obtain a sharp image? Find the nature and size of the image.
നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഒരു 4 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ കോൺകേവ് മിററിൽ നിന്ന് 25 സെന്റിമീറ്റർ ദൂരെയാണ് ആ ഒബ്ജക്റ്റ് ഉള്ളത്. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും ഇമേജിന്റെ ഹൈറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 4 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. യു എപ്പോഴും നെഗറ്റീവ് ആയതിനെ കൊണ്ട് -25 സെന്റിമീറ്റർ. കോൺകേവ് മിറർ ആയതിനെ കൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത് -15 സെന്റിമീറ്റർ എടുക്കാനുള്ള കാരണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജിന്റെ ഹൈറ്റും അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസുമാണ്. HIയും വിയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. നമ്മുടെ മിറർ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു അവർ മിറർ ഫോർമുല 1/f = 1/u + 1/v. v കാണാൻ വേണ്ടിയിട്ട് 1/v = 1/f - 1/u ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് വിത്ത് എ നെഗറ്റീവ് സൈൻ. സോ -15 മൈനസ് യു എന്ന് പറയുന്നത് എത്രയാണ്? -25. 1/-25. ഇനി രണ്ട് നെഗറ്റീവ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് മേലോട്ട് എഴുതി -1/15. പിന്നെ രണ്ട് നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായി +1/25. സോ 1/v = -1/15 + 1/25. ഇനി 15ഉം 25ഉം നമുക്കിനി അങ്ങോട്ട് ബാക്കി ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആസ് യൂഷ്വൽ നമുക്ക് LCM കണ്ടുപിടിക്കണം. 15ന്റെയും 25ന്റെയും LCM എന്ന് പറയുന്നത് 75 ആണ്. സോ നമ്മൾ 75 ആക്കണം രണ്ടിന്റെയും ഡിനോമിനേറ്റർ. അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ LCM എടുക്കുന്നതിന് പകരം ക്രോസ് മൾട്ടിപ്ലൈ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഏതാണ് എളുപ്പം നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം. എനിക്ക് LCM ആണ് കുറച്ചും കൂടി സിമ്പിൾ. കാരണം നമുക്ക് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ വീണ്ടും കട്ട് ചെയ്ത് ചെറുതാക്കുന്നതിനെക്കാട്ടി എളുപ്പം നമുക്ക് LCM പ്രിഫർ ചെയ്യുന്നതാണ്. ഓക്കെ, 75 നമുക്ക് LCM കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 15 എന്ന് പറയുന്ന ടേമിനെ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 75 കിട്ടുള്ളൂ. ഈ ടേമിനെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യും, ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/v = which is equal to 1 -1 × 5 എത്രയാണ്? നമ്മുടെ -5 ഡിവൈഡഡ് ബൈ 75 പ്ലസ് 3/75. -5 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? -2 ആയിരിക്കും. സോ -2 ഡിവൈഡഡ് ബൈ 75. ഇതാണ് നമ്മുടെ 1/vന്റെ വാല്യൂ. സോ v കാണണമെങ്കിലോ ഈ ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കാം. -75 ഡിവൈഡഡ് ബൈ 2 which is equal to -37.5 സെന്റിമീറ്റർ. 37.5 സെന്റിമീറ്റർ ആണ് നമ്മുടെ വിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേച്ചർ കാണാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നിഫിക്കേഷൻ m യൂസ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ m = -v ഡിവൈഡഡ് ബൈ u ആണ്. ഈ -n അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിന്റെ വാല്യൂ നമ്മൾ ഡെസിമൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഫ്രാക്ഷൻ ആണ്. സോ -75/2 -75 ഡിവൈഡഡ് ബൈ 2 ഇതാണ് വിന്റെ വാല്യൂ. ഡിവൈഡഡ് ബൈ u എന്ന് പറയുന്നത് -25 ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു -25. ഓക്കെ, ഇവിടെ ഈ മേലുള്ള ഈ നെഗറ്റീവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകും. സോ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? -75 ഡിവൈഡഡ് ബൈ 2. ഈ 2നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുത്ത് ചെയ്താണ്. സോ ഇൻറ്റു 25 ഈ ഫോമിൽ എഴുതാം. 75ഉം 25ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ. 3/2 എന്ന് പറയുമ്പോൾ -1.5, അതായത് 1നെക്കാട്ടും ഗ്രേറ്റർ ആണ്. സോ എൻലാർജ്ഡ് ആയിരിക്കും നമ്മളുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m = hi ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഡെസിമലിനെക്കാളും നമുക്ക് എളുപ്പം ഫ്രാക്ഷൻ ആണ്, -3/2. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ 4. ഓക്കെ, hi കാണുന്നത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. hi = 4 × -3 ഡിവൈഡഡ് ബൈ 2. 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 വരും. 2 × 3 6, ദാറ്റ് ഈസ് -6 സെന്റിമീറ്റർ. ഇതാണ് നമ്മളുടെ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് സൈൻ്റെ അർത്ഥം ഒരിക്കലും ഹൈറ്റ് നെഗറ്റീവ് വരാറില്ല. ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്?
ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. സോ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അടിയിൽ നമ്മൾ പറയാറില്ലേ, ആ ഇമേജ് ഇവിടെ കിട്ടിയതിനെ കൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരാനുള്ള കാരണം. നെഗറ്റീവ് സൈൻ്റെ അർത്ഥം ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇമേജ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹൈറ്റ് ഒരിക്കലും നെഗറ്റീവ് എന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒബ്ജക്റ്റിന്റെ കേസിൽ നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നതിന്റെ 1.5 എന്നതിനെ കൊണ്ട് എൻലാർജ്ഡ് ആണ് സൈസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്നതിനെ കൊണ്ട് റിയൽ ആണ്.